ഇത് നമ്മളെല്ലാവരും ഇന്ന് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഒരു വെബ് സീരീസോ അല്ലെങ്കിൽ ഒരു ഷോയോ അനിമെ എന്തെങ്കിലും ഒന്ന് തുടങ്ങി വെച്ചാൽ ഒറ്റ ഇരിപ്പിൽ കണ്ട് തീർക്കുക. അത് കണ്ട് തീരാതെ നമുക്കൊരു സമാധാനമില്ല. ഈ ബിഞ്ച് വാച്ചിങ്ങിന് എന്താണ് പ്രശ്നം? അങ്ങനെ വാച്ച് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? പ്രത്യേകിച്ച് സൈക്കോളജിക്കലി, ഇമോഷണലി നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ബിഞ്ച് വാച്ചിങ്, ഈ പേര് നമ്മൾ അങ്ങനെ കേട്ടിട്ടില്ലെങ്കിലും ഇത് നമ്മളെല്ലാവരും ഇന്ന് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. എന്താണെന്ന് ചോദിച്ചാൽ, ഒരു വെബ് സീരീസോ അല്ലെങ്കിൽ ഒരു ഷോയോ അനിമെ എന്തെങ്കിലും ഒന്ന് തുടങ്ങി വെച്ചാൽ ഒറ്റ ഇരിപ്പിൽ കണ്ട് തീർക്കുക. അത് കണ്ട് തീരാതെ നമുക്കൊരു സമാധാനമില്ല. അങ്ങനെ കണ്ടു തീർക്കുന്ന ഒരു സ്വഭാവമുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് ബിഞ്ച് വാച്ചിങ്. പലപ്പോഴും പ്രത്യേകിച്ച് ക്യൂരിയോസിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോണ്ടൻറ്റുകളാണെങ്കിൽ നമ്മളത് കണ്ടു തീർക്കാതെ എഴുന്നേൽക്കാൻ നമുക്ക് തോന്നാറില്ല. പക്ഷേ ഈ ബിഞ്ച് വാച്ചിങ്ങിന് എന്താണ് പ്രശ്നം? അങ്ങനെ വാച്ച് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? പ്രത്യേകിച്ച് സൈക്കോളജിക്കലി, ഇമോഷണലി നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ എന്നാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. ഒന്നാമതായിട്ട് ബിഞ്ച് വാച്ചിങ് ചെയ്യുന്നവരെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അതിൻ്റെ ഒരു സൈഡ് ഇഫക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഇത് നമുക്ക് ഓവറായിട്ടുള്ള ആൻസൈറ്റി, സ്ട്രെസ്, ഡിപ്രസീവ് മൂഡൊക്കെ തരും എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം, നമ്മളുടെ ഇന്നത്തെ ഒരു ലൈഫ് സ്റ്റൈലിലും അതുപോലെ തന്നെ ആഫ്റ്റർ കോവിഡിലും ഒക്കെ നമുക്ക് പറയാതെ തന്നെ ഇഷ്ടം പോലെ സ്ട്രെസ്സും ആൻഷ്യസ് മോഡും ഡിപ്രസീവ് മോഡും ഒക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ഈ ബിഞ്ച് വാച്ചിങ് പോലുള്ള ഹാബിറ്റ് ഉണ്ടാക്കിയെടുത്ത് അത്തരത്തിലുള്ള ആൻസൈറ്റിയും സ്ട്രെസ്സും ഒക്കെ കൂട്ടേണ്ടതായിട്ടുണ്ടോ? ഒന്ന് ചിന്തിക്കണേ. പലപ്പോഴും നമ്മളിത് അത്ര വലിയ പ്രശ്നമൊന്നുമായിട്ട് കാണാറില്ല. പക്ഷേ കണ്ടതിന് ശേഷം ഗ്രാജുവലി ബിഞ്ച് വാച്ചിങ്ങിലൂടെ നമുക്ക് ആൻസൈറ്റിയും സ്ട്രെസ്സും ഡിപ്രസീവ് മോഡും കൂടുന്നുണ്ടോ എന്നുള്ളത് ബിഞ്ച് വാച്ചിങ് ചെയ്യുന്നവരെ അത്യാവശ്യമായിട്ടൊന്ന് നോക്കേണ്ട കാര്യമാണ്. രണ്ടാമതായിട്ട് ഉണ്ടാകാനുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾക്കൊരു ഇമോഷണൽ നംനെസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇങ്ങനെ ഒത്തിരി ഒരുപാട് ഇമോഷൻസ് കുത്തി നിറച്ചിട്ടുള്ള കോണ്ടൻറ്റുകൾ മണിക്കൂറുകൾ കണ്ടിരുന്ന് പിന്നെ സോഫ്റ്റ് ഫീലിങ്സ് ഉള്ള അല്ലെങ്കിൽ നല്ല ഇമോഷണൽ ഫീലിങ്സ് ഉള്ള കോണ്ടൻറ്റുകളിലേക്ക്, അല്ലെങ്കിൽ ജീവിതത്തിൽ പോലും സോഫ്റ്റ് ഫീലിങ്സിനോട് നമുക്ക് താല്പര്യം കുറഞ്ഞ് നമ്മളൊരു ഇമോഷണൽ നംനെസ്, ഒരു മരവിച്ച അവസ്ഥയിലേക്ക് പോകുന്ന ഒരു രീതി കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള ഇമോഷണൽ ഓവർലോഡഡ് ആയിട്ടുള്ള കോണ്ടൻറ്റുകൾ മണിക്കൂറുകൾ ഒറ്റയിരിപ്പിന് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. വി ആർ മൂവിങ് ടു ഇമോഷണൽ നംനെസ്. നമ്മളായിട്ട് ഇമോഷണൽ നംനെസ് ഉണ്ടാക്കരുത്. കാരണം ഇമോഷൻസ് ആർ ബ്യൂട്ടിഫുൾ. നമുക്ക് ഇമോഷൻസ് കൂടി ഉള്ളപ്പോഴാണ് ജീവിതം സുന്ദരമായി മുന്നോട്ട് പോകുന്നത്. ഇമോഷൻസ് ആർ ദ പാർട്ട് ഓഫ് അവർ ലൈഫ്. ഇമോഷണൽ നംനെസ്സിലേക്ക് മനഃപൂർവ്വമായിട്ട് പോകാതിരിക്കാം. നെക്സ്റ്റ് ഈസ് ലോസ് ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ, നമുക്ക് നമ്മളുടെ മേലിലുള്ള ഒരു കൺട്രോൾ നഷ്ടപ്പെടുന്നതായിട്ട് തോന്നി തുടങ്ങും. അതായത് എന്താ, നമുക്ക് ചിലർക്കുണ്ട്, നല്ല ആഹാരം കണ്ടു കഴിഞ്ഞാൽ പിന്നെ യാതൊരു കൺട്രോളും ഇല്ല. എത്ര വയറ് നിറഞ്ഞു എന്ന് തോന്നിയാലും പിന്നെയും കൺസ്യൂം ചെയ്യണമെന്നുള്ള തോന്നൽ. ഇതുപോലെ നമ്മൾക്ക് വീണ്ടും ഒരു കൺട്രോളും ഇല്ലാതെ കോൺഷ്യസ് മൈൻഡിൽ, ബോധ മനസ്സിൽ നമുക്കിത് സ്റ്റോപ്പ് ചെയ്യണം, അടുത്ത പ്രോജക്റ്റ് ചെയ്യാനുണ്ട്, അടുത്ത വർക്ക് ഉണ്ട്, അല്ലെങ്കിൽ അടുത്ത കാര്യങ്ങളുണ്ട് എന്നുള്ള തോന്നലുണ്ടാകും. പക്ഷെ ഒരു തരത്തിലും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അതിനെയാണ് നമ്മൾ ലോസ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. ഇത് എപ്പോഴാണ് നമുക്ക് പണി തരുന്നതെന്ന് ചോദിച്ചാൽ, ഒരു എക്സാം വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഡെഡ് ലൈൻ അടുത്തു, പ്രൊജക്റ്റ് ഫിനിഷാക്കി കൊടുക്കണം എന്നൊക്കെ അറിയാമെങ്കിൽ പോലും ആ സമയത്ത് പോലും നമുക്ക് കൺട്രോൾ കൊണ്ടുവരാൻ പറ്റാത്ത രീതിയിൽ ഈ ബിഞ്ച് വാച്ചിങ് നമ്മളെ വല്ലാതെ പിടിമുറക്കും. അതുകൊണ്ട് ലോസ് ഓഫ് കൺട്രോളും ബിഞ്ച് വാച്ചിങ്ങിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആണ്. നെക്സ്റ്റ് ഈസ് ലോൺലിനെസ്. ലോൺലിനെസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്നായിരിക്കും ചിലപ്പോൾ കാണുന്നത്, കൂട്ടമായിട്ടിരുന്നായിരിക്കും ഇതൊക്കെ ചിലപ്പോൾ വാച്ച് ചെയ്യുന്നത്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഐ എം ലോൺലി. കാരണം എന്താണെന്നറിയാമോ, ഒത്തിരി നമ്മൾ ഇത്തരത്തിലുള്ള കോണ്ടൻറ്റുകളിലേക്ക് സമയം ചിലവാക്കുമ്പം നമ്മുടെ സോഷ്യൽ ലൈഫിനെ പലപ്പോഴും അത് അഫക്റ്റ് ചെയ്യും. സോഷ്യൽ സ്കിൽസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാനും സോഷ്യൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകുകയും ചെയ്യും. നമ്മൾ more into this kind of content, and so too much time we are spending for this kind of binge watching. നമ്മളുടെ സോഷ്യൽ ലൈഫ് വല്ലാതെ കുറഞ്ഞു വരും. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, പാരസോഷ്യൽ ഗ്രീഫ്. അതായത് ഈ കോണ്ടൻറ്റുകളിലൊക്കെ കാണുന്ന
വിഷമങ്ങളായിക്കോട്ടെ, അവിടെയുള്ള പ്രതിസന്ധികളായിക്കോട്ടെ, അവിടെയുള്ള ആൻസൈറ്റികളായിക്കോട്ടെ, സാഡ് ഫീലിങ്സ് ആയിക്കോട്ടെ, ചിലപ്പോൾ ഹാപ്പിനെസ് ആയിക്കോട്ടെ, ഇതൊക്കെ നമുക്ക് ഒരു റിയൽ ആണെന്ന് തോന്നും. അത് എസ്പെഷ്യലി ഗ്രീഫാണ്. ഗ്രീഫ് നമ്മളെ വിട്ടുപോകാൻ വല്ലാത്ത പ്രയാസമാണ്. സന്തോഷം നമുക്കറിയാം, കുറച്ച് നേരമൊക്കെ നിന്നിട്ട് നമ്മളെ വിട്ടുപോകും. പക്ഷേ വൺസ് ആ ഗ്രീഫ് കിട്ടിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇമോഷണലി സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകൾക്ക് വൺസ് ആ ഗ്രീഫ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഗ്രീഫിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റാത്ത അവസ്ഥ. നമുക്കറിയാം അത് ഫിക്ഷനാണെന്നും, അല്ലെങ്കിൽ അതൊരു മൂവിയാണെന്നും, അല്ലെങ്കിൽ അതൊരു ആനിമയാണെന്നും, അത് റിയൽ അല്ലെന്നും ബോധമനസ്സിന് അറിയാമെങ്കിലും, പക്ഷേ കോണ്ടൻറ്റുകളുടെ അത്രത്തുള്ള ഇമോഷണൽ അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഇമോഷണൽ ടാറ്റിക്സ് കാരണം ഈ ഗ്രീഫിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റാത്ത അവസ്ഥ. എന്തിനാണ് നമ്മളുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ കാണും. അത് കൂടാതെ ഇതുപോലുള്ള ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ നിന്നുകൂടെ ഗ്രീഫ് എടുത്തിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത് പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. ആ ക്യാരക്ടറിനുണ്ടായ ഒരു ഡിസാസ്റ്റർ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ വയ്യാതെ അവരുടെ ജീവിതം തന്നെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരുപാട് മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പലരും പഴയ മൂവികളുടെ ചില കാര്യങ്ങൾ പറയാറുണ്ട്. എന്തിനവർ സൂയിസൈഡ് ചെയ്തു, എന്തിനവർ ഒന്നിച്ച് പോയില്ല, ഒന്നിച്ച് ചേർന്നില്ല, അതൊന്നും ഇപ്പോഴും എനിക്കങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്ന് പറയുന്ന പല ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള കോണ്ടൻറ്റുകൾ നമ്മൾ ഒറ്റ സ്ട്രെച്ചിലിരുന്ന് കാണുമ്പോൾ നമ്മൾ ആ വേൾഡിലേക്ക് കംപ്ലീറ്റ്ലി വീണു പോവുകയും അവിടെ ഉണ്ടാകുന്ന ഗ്രീഫും അവിടെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മളെ അഫക്റ്റ് ചെയ്യുകയും അത് നമ്മൾ ജീവിതത്തിൽ പേറിക്കൊണ്ട് നടക്കേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് നിങ്ങൾ ബിഞ്ച് വാച്ചിങ് ഉള്ള ഒരു നേച്ചറുള്ള ആളാണെങ്കിൽ, അങ്ങനെ ഒരു ഹാബിറ്റ് ഉള്ള ആളാണെങ്കിൽ, ട്രൈ ടു കം ഔട്ട് ഫ്രം ദാറ്റ് ബിഞ്ച് വാച്ചിങ്. അതിന് എന്തെങ്കിലും ഹെൽപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ വി ആർ റെഡി ടു ഹെൽപ്പ് യു. ടേക്ക് കെയർ.